ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് അടുക്കളയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് സാദാ പച്ചരി അരച്ച അപ്പം പിന്നെ ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ അപ്പം ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്നും തലേന്ന് റെഡി ആക്കാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒന്നും റെഡി ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിൽ നല്ലൊരു പ്ലാൻ ഉണ്ടായാലും നമുക്ക് നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഒരു മടിയുള്ള കാര്യമാണല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് കുറച്ച് നമ്മളൊരു ആത്മാർത്ഥതയിലും അതേപോലെ തന്നെ കുറച്ച് ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മടിയൊക്കെ ഇല്ലാതായി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ അപ്പത്തിലേക്ക് കറി ഉണ്ടാക്കിയെടുക്കുന്നത് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ചെറുപയറൊക്കെ തലേന്ന് തന്നെ കേക്ക് കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ടായിനി. അപ്പോൾ ഇത് പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഉള്ളിലൊക്കെ ഇട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെറുപയറൊക്കെ ഇവിടെ വേവായി തുമിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചധികം വെള്ളമുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പം ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പത്തേക്കുള്ള കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള കൂട്ടാനുണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഉള്ളി വാട്ടിയിട്ട് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതായാലും അപ്പം ചുട്ടെടുക്കുകയാണല്ലോ. അപ്പോൾ അപ്പം തന്നെ ഞാൻ കുട്ടികൾക്കുള്ള കൂട്ടാൻ റെഡിയാക്കിയെടുത്താൽ പെട്ടെന്ന് നമ്മൾ അടുക്കള പണിയൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഈ കൂട്ടാനൊക്കെ നമ്മളെ കുട്ടിക്കാലത്തെ കൂട്ടാൻ തന്നെയാണല്ലേ. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി അന്നത്തെ കൂട്ടാനാണിത് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം ചുരുന്ന സമയം നമ്മളിങ്ങനെ വെറുതെ നിൽക്കല്ലേക്കര. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മളെ പണിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ചായ കുടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചൊക്കെ എല്ലാവരും മദ്രസക്ക് പോയിട്ടുണ്ട്. പിന്നെ ബലപ്പിച്ചൊക്കെ പണിക്കും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പാത്രം കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സിങ്ക് ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാത്രം ഇങ്ങനെ ഇതിലേക്ക് ഉരച്ചിട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളെപ്പോൾ പാത്രം കഴുകുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഗ്ലാസ്സുകൾ കഴുകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാവും ചെയ്യുന്നുണ്ടാവുക, എന്നാലും ചെയ്യാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയാട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോൾ പാത്രം കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ആ പാത്രം കഴുകുന്ന ചണ്ടി കഴുകിയിട്ടാണല്ലോ വെക്കുക. പിന്നെ നമ്മൾ പാത്രം കഴുകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഗ്ലാസ് കഴുകുകയാണെങ്കിൽ നമുക്ക് അധികം സ്മെല്ലൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും കേട്ടോ. രാവിലെ നമ്മൾ ഈ പാത്രം കഴുകാൻ വൈകിപ്പോയാൽ പിന്നെ നമ്മൾ പണിയൊന്നും ഒരുങ്ങി കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ ചായ കുടി കഴിഞ്ഞാൽ ആ പാത്രം നമ്മൾ പെട്ടെന്ന് കഴുകി വെക്കണം, എന്നാലും നമ്മൾ പണി എടുക്കാനൊക്കെ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രം കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിത് കഴുകി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്ലാസ്സാണ് കേട്ടോ കഴുകി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കഴുകിയാൽ നമുക്ക് വെള്ളത്തിനൊക്കെ കുറേ ലാഭം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും എപ്പോഴും കുറേ വെള്ളം ഉണ്ടാവണമെന്നില്ലല്ലേ, ചില സമയത്ത് നമുക്ക് വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമം ഉണ്ടാവില്ലേ. അപ്പോൾ അടുക്കളയിൽ തീരാത്തൊരു പണിയാണല്ലേ പാത്രം കഴുകുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആവുന്നത് അപ്പം തന്നെ കഴുകി വെക്കണം. അപ്പോൾ രാവിലെ കുറച്ച് അധികം പാത്രം എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ. അപ്പോൾ രാവിലെ ഇവിടെ കുറച്ച് അധികം കഴുകാനുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാത്രം കഴുകലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എന്തായാലും ചായ കുടിച്ച പാത്രം അപ്പം തന്നെ കഴുകി വെക്കണം, എന്നാലും നമുക്ക് നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അടുക്കളയിൽ പണിയൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ അടുപ്പും വീതനൊക്കെ ഉടച്ച് വൃത്തിയായിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആകെപ്പാടെ ഒരു മടുപ്പൊക്കെ തോന്നും കേട്ടോ അടുക്കള പണിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മെഷീന് ചായയൊക്കെ കൊടുത്തിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അകൊന്ന് അടിച്ച് വാരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം അടുക്കി പൊറിക്കാണ്ട് ഒന്ന് അടിച്ച് വാരിയിട്ടാൽ തന്നെ നമുക്ക് പകുതി പണി ഒരുങ്ങിയ പോലെ തോന്നൂലേ. അപ്പോൾ ചില സമയത്ത് നമുക്ക് അങ്ങനെ പണിയെടുക്കാനൊന്നും അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലേ, ആകെ പരന്ന് കിടക്കണം കണ്ടാൽ നമുക്കൊരു മടിയായിരിക്കില്ലേ. അപ്പോൾ ഞാൻ ചെയ്യില്ല എന്താണോ പരന്ന് കിടക്കുന്നത് അതങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ നമുക്ക് കുറേ ഒരു ഇൻട്രസ്റ്റ് വരും കേട്ടോ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ. പിന്നെ നമ്മൾ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ലൊരു രീതിയിൽ പണിയെടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചു വാരിയൊക്കെ വന്നപ്പോഴത്തേന് ചോറിനുള്ള വെള്ളമൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് അരിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ വേഗം മുരിങ്ങ ഒടിച്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ചെറിയൊരു മുരിങ്ങ മരം. അപ്പോൾ മുരിങ്ങ എന്നൊന്നും പറഞ്ഞാൽ ആർക്കൊരു അത്ര നിലയും വില ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോഴുള്ള നമുക്ക് എല്ലാത്തിൻ്റെ ഒരു വില മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ മുരിങ്ങ ഒന്നും നിസ്സാരമാക്കേണ്ട കാര്യമല്ല, നല്ല പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ മുരിങ്ങക്കറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങയൊക്കെ വീട്ടിലുള്ളവരൊക്കെ അത് നിസ്സാരമാക്കി കാണാതെ നമ്മൾ അതൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ മുരിങ്ങ കൊടിച്ചാണ്ട് അകത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മിഷുവിന് കുറച്ച് അപ്പം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അധികം കഴിച്ചിട്ടില്ല, അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ അങ്ങനെ മിഷുവിന് ഫുഡൊക്കെ കൊടുത്താണ്ട് പിന്നെ ഞാൻ ഓൾക്ക് സ്കൂൾക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇതാ മോനും മദ്രസൊക്കെ വിട്ട് വന്നിട്ട് പിന്നെ ഇതാ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ചായ കുടിക്കുകയാണ്. പിന്നെ ദിലും തന്നെ ഒരുങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ അതിനിടയിൽ ഇതാ മുരിങ്ങൊക്കെ ഊരിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മുരിങ്ങൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ദിലുവിൻ്റെ സമയം അപ്പോൾ ഇതാ ദിലു ഇതാ സ്കൂൾക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദിലൊക്കെ സ്കൂൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ മുരിങ്ങ ഉരലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അത് താളിച്ചെടുക്കാനുള്ള ഉള്ളിയൊക്കെ അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ മിഷുവിന് ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓനെ ഞാൻ ഉറക്കാണ്. പിന്നെ ഞാൻ മെഷീൻ ഉറക്കാണ്ട് പിന്നെ ഞാനിതാ തിരുമ്പാനുള്ളതൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം മീൻ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അയിലയും മത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പൊരിച്ചെടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഞാൻ കുറച്ച് വലിയ ജീരകം ചേർത്തിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കല്ലിലാണ് കേട്ടോ ചതച്ചെടുക്കൽ. അപ്പോൾ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകമൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മീനൊന്ന് മസാലയൊക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി വലിയ ജീരകം ചതച്ചതും പിന്നെ കുറച്ച് വിനീഗറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മളെ മീനിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിതാ മീൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മീൻ വെച്ചാണ്ട് പിന്നെ ഞാൻ വേഗം പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ അടുപ്പത്ത് പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അടുപ്പത്തുള്ള പണികൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം പണി ഒരുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ മുരിങ്ങാത്താളിപ്പ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങാത്താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗത തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മിഷു എണീക്കുമ്പോഴത്തേക്ക് ഞാൻ വേഗത തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ഉച്ചക്കായപ്പോൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.